ഭാരതത്തെ എങ്ങനെയെങ്കിലും ഒരു ക്രൈസ്തവ രാജ്യമാക്കിയേ അടങ്ങൂ എന്ന് ശഠിക്കുന്ന സുവിശേഷക്കാർക്ക് അത്ര സുവിശേഷമല്ലാത്ത ഒരു വിവരമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ക്രൈസ്തവർ ഒരുപാട് പേർ ഈ രാജ്യത്തിനൊപ്പം നിൽക്കുന്നവരാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സ്നേഹമുള്ളവരാണ്. BJP വന്നാൽ മാത്രമേ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് നന്നായി ജീവിക്കാൻ പറ്റൂ എന്ന് നല്ല ബോധ്യമുള്ളവരാണ്. പക്ഷേ ബിഷപ്പുമാർ സമ്മതിക്കത്തില്ല. ബിഷപ്പുമാരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ആത്മായരെ കുഞ്ഞാടുകളെ കാണിച്ച് അവർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വേണ്ടതൊക്കെ ചെയ്യും. എന്നാൽ പിന്നെ ബിഷപ്പുമാരെ അങ്ങനെ നിങ്ങൾ തോന്നുമ്പടി നിയമിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും? അതായത് ബിഷപ്പുമാരുടെ നിയമനത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ എങ്ങനെ ഇരിക്കും? അതൊന്നും പറ്റില്ല. ആർട്ടിക്കിൾ 26 അനുസരിച്ച് മതപരമായ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയാം. ശരിയാണ്. പക്ഷേ ബിഷപ്പുമാരെ നിയമിക്കുന്ന ആരാണെന്നറിയോ? മാർപ്പാപ്പയാണ്. ഞാൻ കത്തോലിക്ക ബിഷപ്പുമാരുടെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളവരുടെ ബിഷപ്പുമാരൊക്കെ ഒരുമാതിരി ബിഷപ്പുമാരാണ്. കാരണം അവരുടെയൊക്കെ എപ്പിസ്കോപ്പൽ സിനഡ് കൂടിയിട്ടാണ്. ഈ കേരളത്തിൽ മാത്രമുള്ള സഭകളുണ്ടല്ലോ, മാർത്തോമ എന്ന് പറയുന്ന സഭ, അല്ലെങ്കിൽ യാക്കോബായ, ഓർത്തഡോക്സ് ഒക്കെ പറയുന്ന മറ്റ് സഭകൾ, മാർപ്പാപ്പയുടെ കീഴിലല്ലാത്ത സഭകൾ, അവരുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ എപ്പിസ്കോപ്പൽ സിനഡ് ചേർന്നിട്ടാണ് ബിഷപ്പുമാരെ തീരുമാനിക്കുന്നത്. പക്ഷെ ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർ അങ്ങനെയല്ല. അവർ മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ്. മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? 108 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു കുഞ്ഞു രാജ്യം. 108 ഏക്കർ. വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണത്തലവൻ കൂടിയാണ്. ഭരണത്തലവനായ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവനായ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ഇന്ത്യയിൽ ഒരാളെ തീരുമാനിക്കുമ്പോൾ അത് ഇന്ത്യ സർക്കാരിൻ്റെ അനുമതി വേണം. ഈ അനുമതി വേണമെന്ന് അതിശക്തമായി ശഠിച്ചിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇവിടെ ഇന്ത്യയിൽ ആരെ ബിഷപ്പാക്കണമെന്നുള്ളത് ഞാൻ അറിയണം, നിങ്ങൾ സായിപ്പന്മാരെ ഒന്നും ബിഷപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരായിരിക്കണം മാർപ്പാപ്പ നിയമിക്കുന്ന ബിഷപ്പുമാരെന്ന ആദ്യം വ്യവസ്ഥ ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി അങ്ങനെ വ്യവസ്ഥ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള കാരണം കൂടി നിങ്ങൾ അറിയണം. മിഡിൽ ഈസ്റ്റിൽ നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, മേഘാലയ ഒക്കെ അടങ്ങുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഈ ബിഷപ്പുമാർ, വിദേശ ബിഷപ്പുമാർ വന്നിട്ട് വലിയ തോതിൽ അവിടുത്തെ ആദിമ ജനവിഭാഗങ്ങളായ ഹിന്ദു ഗോത്രങ്ങളെ മുഴുവൻ മതം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചപ്പോഴാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ആ പരിപാടി പറ്റില്ല, ഇനി സായിപ്പന്മാരാരും വേണ്ട. നിങ്ങൾ മാർപ്പാപ്പ ഒരു വിദേശ രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ്, മതമേധാവിയാണ്, ഒപ്പം വിദേശ രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ്. ഈ വത്തിക്കാൻ സിറ്റിക്ക് ഐക്യരാഷ്ട്രസഭയിൽ അങ്ങനെ അങ്ങനത്തൊന്നുമില്ല കേട്ടോ. നോൺ മെമ്പർ ഒബ്സർവർ, അംഗമല്ലാത്ത നിരീക്ഷകൻ്റെ സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. മാർപ്പാപ്പയുടെ ഇന്ത്യയുടെ പ്രതിനിധിയെ അപ്പോസ്തലിക് നുൻഷോ എന്നോ മറ്റുമാണ് വിളിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പ എന്ന് പറയുന്ന മേലധികാരിയാണ്. ഹോളി സീ എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഒരു വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു ഭൗതിക സ്ഥലമുണ്ട്, ഹോളി സീ ആണ്. ആത്മീയ നേതാവുമാണ്, ഒരു ഭൗതിക രാഷ്ട്രത്തിൻ്റെ തലവനും കൂടിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ഉണ്ട്. സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിയുടെ ഈ കടുംപിടുത്തത്തിന് ശേഷം മാർപ്പാപ്പമാർ ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരെ തീരുമാനിക്കും മുമ്പ്, ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ ബിഷപ്പുമാരുടെ ലിസ്റ്റ് അറിയിക്കും. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടപെട്ട് ചില ആളുകളെ, മലയാളികളായ ചില ആളുകളെ ബിഷപ്പാക്കാൻ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേറെ പേരുകൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ആരുടെ പേരാണ് വെട്ടിയത്, എന്നിട്ട് പകരം കൊണ്ടുവന്ന ആരുടെ പേരാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇവിടെ ചില ബിഷപ്പുമാരുടെയൊക്കെ തനി കുണം ലോകം അറിയും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചൈനയിലാണെങ്കിൽ ചൈന പറയുന്നതെന്നറിയോ? ചൈനയിൽ ബിഷപ്പുമാരായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ കൊടുക്കും, സഖാവ് ലോറൻസ്. ഇവരാണ് ഇന്ന് മുതൽ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ ബിഷപ്പ്. ഇതാണ് ചൈനയിൽ നടക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും സഭയ്ക്ക് പിടിച്ചു നിൽക്കണ്ടേ. അപ്പോൾ ഈ പരമാധികാര രാജ്യം ഒരു മതകേന്ദ്രവും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബിഷപ്പുമാരുടെ ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. ഇതൊരു ജെന്റിൽമാൻ എഗ്രിമെൻ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 ആഴ്ചയ്ക്ക് മുമ്പ് ആ ലിസ്റ്റ് അയച്ചു കൊടുത്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യക്കാരനാണെങ്കിലും മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് ബിഷപ്പായിട്ട് ഇവിടെ വെല്ലസി നടക്കാൻ പറ്റുള്ളൂ. ഇത് കുറേ കാലമായി ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. കേന്ദ്രത്തിന് ലിസ്റ്റ് കൊടുക്കും, കേന്ദ്രം അത് ഓക്കെ അടിച്ചു വിടും.
ഇപ്പോഴങ്ങനെയല്ല, കാര്യങ്ങൾ പതുക്കെ മാറി വരുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇങ്ങനെ കിട്ടുന്ന ലിസ്റ്റ് കൃത്യമായി കേന്ദ്രം പഠിക്കാൻ പോവുകയാണ്. കത്തോലിക്ക സഭ ബിഷപ്പായി തീരുമാനിക്കാൻ വേണ്ടി വത്തിക്കാനിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന ലിസ്റ്റ് എടുത്ത് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെയൊക്കെ നിയമനം വരുന്നതിന് മുമ്പ് ഇവിടെ ഏജ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞ് പ്രോസസ്സിനായിട്ട് വിടും. അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കമുള്ളവർ ഇവരെക്കുറിച്ച് പഠിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും. സുപ്രീം കോടതിയുടെയും കൊളീജിയം തീരുമാനിച്ചാലും അത് കേന്ദ്ര സർക്കാർ നടത്തുന്ന അന്വേഷണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ചാൽ മാത്രമേ ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും ജഡ്ജിമാരുടെ നിയമനം സാധ്യമാകൂ എന്നു പറയുന്നത് പോലെ വത്തിക്കാനിൽ നിന്ന് ബിഷപ്പുമാരാക്കാൻ തീരുമാനിക്കുന്നവരുടെ പട്ടിക കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ അത് ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന് ശേഷം മാത്രം അംഗീകരിച്ചാൽ മതി എന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. കാരണം സഭയുമായി വല്ലാത്ത അടുപ്പം കാണിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട്. BJP പാർട്ടിയാണെങ്കിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ പരിപാടി നടത്തി. അങ്ങനെ എല്ലാ തരത്തിലും നമുക്കറിയാം. ഛത്തീസ്ഗഡിലെ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത മേഖലകളിൽ വലിയ തോതിൽ വിദേശ നാണ്യ നിയമം മറികടക്കാൻ വേണ്ടി ATM മെഷീനുകളിൽ നിന്ന് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ച് കോടികൾ നക്സൽ ബാധിത പ്രദേശത്ത് മാത്രം ഏതാണ്ട് 6,32,00,000 രൂപ പിൻവലിച്ച് നക്സലൈറ്റുകൾക്ക് കൊടുത്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിലെ പ്രതികളെ 2 മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരു അമേരിക്കക്കാരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മളത് ചെയ്ത വീഡിയോയിൽ അത് പറയുന്നുണ്ട്. മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, ഈ ATM നിന്ന് 10,000 രൂപയല്ലേ പിൻവലിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ ATM-ൽ, നമ്മുടെ കാർഡിൽ അങ്ങനെയൊന്നുമല്ല. ലക്ഷങ്ങൾ പിൻവലിക്കാൻ പറ്റുന്ന ATM കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അമേരിക്കയിലെ ട്രൂയിസ്റ്റ് ബാങ്കിൽ നിന്നാണ് ഈ കാർഡുകൾ മുഴുവൻ കൊടുത്തത്. അവരുമായി സംസാരിച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിമിറ്റ് കൂട്ടിക്കൊടുക്കാൻ ബാങ്കുകൾക്ക് കഴിയും. അത്തരം കാർഡുകൾ ഉപയോഗിച്ചാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴെ പുളുവടിക്കല്ലേ എന്ന് പറഞ്ഞ ആളുകളുടെ അറിവിലേക്ക് പറഞ്ഞതാണ്. കേസെടുത്തിട്ടുണ്ട് UAPA. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഏതെങ്കിലും വെള്ളനേറ്റിക്കാരനെ വിളിച്ച് ചോദിക്കേ. ഇങ്ങനെ വെള്ളനേറ്റിക്കാരെന്തൊക്കെ പറയരുത് എന്ന് ചിലർ പറയാറുണ്ട് കേട്ടോ. സത്യത്തിൽ എനിക്കും ഇഷ്ടമില്ല, മോശമാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ചില ആളുകളുടെ പ്രവൃത്തി കാണുമ്പോൾ മിനിമം അതെങ്കിലും വിളിക്കാതിരിക്കാൻ എങ്ങനെ തോന്നും? ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം ആരാ സഹായിച്ചത്? ഈ നിയമ ഭേദഗതി വന്നതുകൊണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്? പക്ഷേ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ടോ? ഛത്തീസ്ഗഡിലെ പ്രശ്നം മനുഷ്യക്കടത്ത് തന്നെയായിരുന്നേ. കുട്ടികളെ കേരളത്തിലെ സഭയുമായി ബന്ധപ്പെട്ട മഠങ്ങളിലൊക്കെ അന്യ സംസ്ഥാനങ്ങളിലുള്ള പ്രായപൂർത്തിയാവാത്ത മൈനറായിട്ടുള്ള പെൺകുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, പഠിപ്പിക്കുന്നുണ്ടാവും, കുറച്ച് ശമ്പളവും കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ അതൊക്കെ ബാലവേല തന്നെയാണ്. പിന്നെ പതുക്കെ അത് ഹിന്ദു കുടുംബങ്ങളിലെ കുട്ടികളുമായിരിക്കും. ഇവരെ മതം മാറ്റുന്നുണ്ട്. ഈ കേരളത്തിൽ ഛത്തീസ്ഗഡിൽ അതേ സംഭവം നടന്ന അതേപോലത്തെ സംഭവത്തിന് പിണറായി വിജയൻ്റെ കാലത്ത് തൃശ്ശൂർ പോലീസ് കേസെടുത്തില്ലേ? കുട്ടികളെ പിടിച്ചു, കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന കന്യാസ്ത്രീകളെ പോലീസ് തന്ത്രപൂർവ്വം പൊക്കോ നിങ്ങളുടെ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങളും പ്രതിയാകുമെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയായിരുന്നു. അത്തരം സംഭവങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. അത് പറയുന്നതും അതിനെതിരെ ശബ്ദിക്കുന്നതും കുഴപ്പമാണ്. ഛത്തീസ്ഗഡിലെ ഈ സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് സുരേഷ് ഗോപിയെയും കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും സമീപിച്ചത് ഇവിടുത്തെ ബിഷപ്പുമാരാണ്. ഈ ബിഷപ്പുമാർ പറഞ്ഞു, സുരേഷ് ഗോപി ഉറപ്പ് കൊടുത്തു, എനിക്ക് വ്യക്തിപരമായി അറിയാം, സുരേഷ് ഗോപി പ്രശ്നപരിഹാരം ഉണ്ടാക്കിത്തരാമെന്ന് ഉറപ്പ് കൊടുത്തു. രാജീവ് ചന്ദ്രശേഖർ ഷോൺ ജോർജിനെയും അനൂപ് ആൻ്റണിയെയും ഛത്തീസ്ഗഡിലേക്ക് വിട്ടു. അവിടെ ചെന്ന് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് NIA കേസെടുക്കാവുന്ന, UAPA ചുമത്താവുന്ന കേസായിട്ട് പോലും ജാമ്യം കൊടുക്കുന്നതിന് അനുകൂലമായ നിലപാട് കോടതിയിൽ അവിടുത്തെ സർക്കാർ അഭിഭാഷകൻ സ്വീകരിച്ചത്. അങ്ങനെയാണ് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടി കേരളത്തിലോട്ട് പോകുന്നത്. പക്ഷേ ഇതിങ്ങനെ ചെയ്യാമെന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷവും BJPയെയും നരേന്ദ്രമോദിയെയും തെറി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ തെരുവുകളിൽ പ്രകടനം നടത്താൻ പറഞ്ഞു വിട്ടത് ഇതുപോലത്തെ ചില ബിഷപ്പുമാരാണ്. തലച്ചോറിൽ മുഴുവൻ വിഷമുള്ള ചില ബിഷപ്പുമാരാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയത പറയുന്ന പ്രസ്ഥാനങ്ങളെ തകർക്കുക. എന്നിട്ട് അവർക്ക് വലിയ തോതിൽ പരിവർത്തനം നടത്താൻ
അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ആളുകളുടെ വോട്ട് ക്യാൻവാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില ആളുകൾ, ചില ബിഷപ്പുമാരായിട്ട് വരുന്ന ആളുകൾ ജന്മനാ കോൺഗ്രസ്സുകാരാണ്. അവർ ബിഷപ്പായതിനു ശേഷം സന്യാസ ജീവിതമാണ് ബിഷപ്പിൻ്റെ എന്നൊക്കെ പറയുന്നത്. സന്യാസിമാരെ പോലെയാണ് ഇവർ ജീവിക്കുന്നതെന്ന് നമ്മുടെ നാട്ടിൽ പത്രം വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഒരു ബിഷപ്പ് ഒരു സ്ത്രീയിൽ ഗർഭമുണ്ടാക്കിയിട്ട് മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടിയ സംഭവം വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പുമാരെല്ലാം വലിയ മാന്യന്മാരും പുണ്യാളന്മാരും കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരുമാണെന്നെങ്ങും ഭാവിക്കണ്ട. അവരുടെ ഒരുപാട് കഥകൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, അൽമായർക്കും അറിയാം. എനിക്കറിയാവുന്ന ഒരുപാട് ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ഈ ബിഷപ്പുമാരോടൊക്കെ പരമപുച്ഛമാണ്. ഓർക്കുന്നില്ലേ ആ സിനിമയിൽ നമ്മുടെ സോമൻ പറയുന്ന ഡയലോഗ്? അത് കേട്ട് കൈയടിച്ചതിൽ നല്ല ശതമാനം കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളായ സഹോദരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നു. FCRA എന്ന് പറഞ്ഞിട്ട്, FCRA എന്ന പേരിൽ അനന്തമായ പണം ഒരു പരിശോധനയും ഇല്ലാതെ എന്ത് തോന്നിയാസം കാണിക്കാനും ബസ്തറിൽ തീവ്രവാദികൾക്ക്, മാവോയിസ്റ്റുകൾക്ക് കൊടുത്തതുപോലെ ഉപയോഗിക്കാനും ഒക്കെ പണം ഇങ്ങോട്ട് വരണം, ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ. അതൊക്കെ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് ആളുകൾ പറഞ്ഞാൽ ഒരു കുറ്റവും പറയാനില്ല. എല്ലാം അക്കൗണ്ടബിൾ ആവണം. നിങ്ങൾക്കെന്താ ഇവിടെ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിൻ്റെ കണക്ക് കേന്ദ്രത്തെ അറിയിക്കാൻ പാടില്ല, അത് ദുരുപയോഗം ചെയ്താൽ നടപടി എടുക്കാൻ പാടില്ല എന്ന് പറയാൻ ഇതെന്ത് വത്തിക്കാനോ വെള്ളരിക്കപ്പെട്ടണോ? ഒന്നുമല്ലല്ലോ. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കണം. അതിൻ്റെ പേരിൽ കേരളത്തിൽ സഭ എന്ന പേരിൽ സഭാനായകന്മാരായ ബിഷപ്പുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കളി കളിച്ചല്ലോ. അപ്പോൾ ഇതെല്ലാം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ ബിഷപ്പുമാരുടെ നിയമനത്തിൽ ആ പേപ്പർ ഒന്ന് നോക്കിയേക്കാം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. ഏതായാലും BJP ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 വർഷം കഴിഞ്ഞു. ഇനി 3 വർഷം കൂടെ BJP സർക്കാർ ഭരിക്കും. BJPയുടെ വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾ വരെ പറയുന്നുണ്ട് ഇനി അടുത്ത ഒരു 10-25 വർഷത്തേക്ക് നോക്കണ്ടെന്ന്. അങ്ങനെ ഈ BJP സർക്കാരിനെ തോൽപ്പിക്കാം എന്ന് കരുതിയിട്ട് പള്ളിയിലച്ചന്മാർ മുണ്ടും മടക്കി കുത്തി, അല്ല ലോഹയും മടക്കി കുത്തി ഇറങ്ങിയാൽ നിങ്ങളുടെ ഇസ്രയേലിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത് എന്താ? ഇസ്രയേലിനെ ഉപദ്രവിക്കാൻ ഭാരമുള്ള പാറ പോലെയാക്കും, അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം പരിക്ക് പറ്റും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും കേന്ദ്ര സർക്കാരിനെയും BJPയെയും ഉപദ്രവിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ തിരിച്ച് പണി കിട്ടുമ്പോൾ മോങ്ങരുത്, മതേതരത്വം പറയരുത്, മതസ്വാതന്ത്ര്യം പറയരുത്. ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്കെല്ലാം സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് ജീവിച്ചു പോകണം. നിങ്ങളുടെ മതം നടക്കട്ടെ, മതവിശ്വാസം നടക്കട്ടെ, ആരും എതിരല്ലല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഹരിദ്വാറിൽ ഒരാൾ നിന്നിട്ട്, ഹരിദ്വാറിലെ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട്, കണ്ടില്ലേ ഇവിടെ മുഴുവൻ ഹിന്ദുക്കളാണ്, ഇവരെ മുഴുവൻ ഉടനെ ക്രൈസ്തവവൽക്കരിക്കണം എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്ന രോഗമാണ്. മതരോഗമല്ല, മനോരോഗമാണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്. എന്തിനാണെന്ന് ഇത് കൊണ്ടു നടക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക, ആരും എതിർക്കാൻ വരില്ല. പക്ഷേ അപ്പുറത്തിരിക്കുന്ന പാവപ്പെട്ട ഹിന്ദുവിനെ പാൽപ്പൊടിയും നുറുക്കു ഗോതമ്പും കൊടുത്ത് മതം മാറ്റിയതുപോലെ ഇനിയും പാവങ്ങളെ, ഒന്നുമില്ലാത്തവരെ, വിദ്യാഭ്യാസമില്ലാത്തവരെ ദ്രോഹിക്കാനും മതം മാറ്റാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ കാലം കഴിഞ്ഞുപോയി. ആ കാലം കഴിഞ്ഞുപോയി എന്ന് പറയാതെ തരമില്ല. ഏതായാലും ബിഷപ്പുമാരുടെ നിയമനം ഇനി അത്ര എളുപ്പമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ബിഷപ്പുമാർ തന്നെയാണ്. നിങ്ങൾ ഈ വിധ്വംസക പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നാൽ കേന്ദ്രം പടിയായിട്ട് പിടിമുറുക്കും. പിടിമുറുക്കിയാൽ ഇവിടെ ബിഷപ്പാകാനിരിക്കുന്ന പല ആളുകളും ബിഷപ്പുമാരല്ലാതാവും. ഇതൊരു ഒരു 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 ജെന്റിൽമാൻ എഗ്രിമെൻ്റ് ആണ് വത്തിക്കാനും ഇന്ത്യയും തമ്മിലുള്ള. ആ എഗ്രിമെൻ്റ് ലംഘിക്കപ്പെടുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. 1968 മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, 1999 വന്നിട്ടുണ്ട്, 2021 നമ്മുടെ പ്രധാനമന്ത്രി പാപ്പയെ കണ്ടപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ ക്ഷണിച്ചിട്ടുണ്ട്. പാപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ വലിയ സ്വീകരണം കൊടുക്കാനും ഒരു രാജ്യത്തലവൻ എന്ന തലത്തിൽ കൂടി, മതാചാര്യൻ എന്ന നിലയിൽ മാത്രമല്ല, ആദരിക്കാനും ഇന്ത്യ രാജ്യവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തയ്യാറാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ഈ സമൂഹത്തെ, ഈ സമാജത്തെ ആകെ അങ്ങ് മതം മാറ്റിക്കളയാം എന്നുള്ളൊരു മോഹം ഉണ്ടെങ്കിൽ അത് കയ്യിലിരിക്കത്തേ ഉള്ളൂ എന്ന് പറയാത്ത തരമില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വലിയ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
അതുകൂടി ഒന്ന് ചെയ്യണം.